ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 8 കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയിലെ രണ്ടാമത്തെ യൂണിറ്റ് ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മാറ്റർ, പദാർത്ഥ ഘടകങ്ങൾ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് മോളിക്യൂൾസ് വരെയാണ്. മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ആർ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് വിച്ച് ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി. സ്വതന്ത്രമായി നിൽക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ, ചെറിയ കണികയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്, ഈ സെക്കൻഡ് പാർട്ടിൽ നോക്കാൻ പോകുന്നത് മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റിങ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആണ്. എത്ര ആറ്റംസ് ഉണ്ട്, എത്ര മോളിക്യൂൾസ് ഉണ്ട്, അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, the symbol of helium is He. He, it represent one atom of the element helium. അല്ലേ, He എന്ന് എഴുതിയിട്ട് ഇതിൻ്റെ താഴെ ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ മീനിങ് അതിൽ ഒരു ആറ്റം ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു മോളിക്യൂൾ ഹീലിയത്തിൽ ഒരു ആറ്റം ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഡസ് 2He റെപ്രസെൻറ്റ്? Heയുടെ ലെഫ്റ്റ് സൈഡിലാണ് 2 വന്നിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലെ നമ്പർ എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? അത് മോളിക്യൂളിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ഡസ് 2He റെപ്രസെൻറ്റ്? 2He റെപ്രസെൻറ്റ് 2 മോളിക്യൂൾസ് അല്ലേ, 2 മോളിക്യൂൾസ് ഓഫ് ഹീലിയം. അതിൽ ഹീലിയത്തിൻ്റെ 2 മോളിക്യൂൾസ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, എലമെൻറ്റ്സ് ലൈക്ക് ഹീലിയം, നിയോൺ, ആർഗൺ എക്സെട്ര ആർ സീൻ ഇൻ നേച്ചർ ആസ് സിംഗിൾ ആറ്റം. ഹീലിയം ആവട്ടെ, നിയോൺ ആവട്ടെ, ആർഗൺ ആവട്ടെ, അതൊക്കെ കാണപ്പെടുന്നത് സിംഗിൾ ആറ്റം, അതായത് ഒന്നേ ഉണ്ടാവുള്ളൂ. ഒരു മോളിക്യൂളിൽ ഒരു ആറ്റമേ ഉണ്ടാവുള്ളൂ. ദേ ആർ മോണോ അറ്റോമിക് മോളിക്യൂൾസ്. അതിനെയാണ് മോണോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയാം. മോണോ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? ഒന്ന് എന്നാണ് മീനിങ്. ഓക്കെ, ദ മോളിക്യൂൾസ് ക്യാൻ ഓൾസോ ബി റെപ്രസെൻറ്റഡ് ആസ് He, Ne, Ar എക്സെട്ര. അതിൻ്റെ മോളിക്യൂൾസ് എങ്ങനെയാണ് കാണിക്കുന്നത്? He, അതിൻ്റെ സിമ്പലാണ് Ne, Ar, അങ്ങനെയാണ് അതിൻ്റെ ഓരോ മോളിക്യൂൾസും കാണിക്കുന്നത്. പക്ഷേ ഇങ്ങനെ മോണോ അറ്റോമിക് മോളിക്യൂൾസ് അല്ലാതെ വേറൊരു സെക്ഷൻ ഉണ്ട്. അതിന് പറയുന്നത് എന്താ? ഡൈ അറ്റോമിക് മോളിക്യൂൾസ്. ഡൈ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് 2 എന്നാണ്. അപ്പോൾ ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും, എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? 2 മോളിക്യൂൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ പോലെയുള്ള എലമെൻറ്റ്സിലൊക്കെ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്നാണ് പറയുന്നത്? ഹൈഡ്രജൻ നമ്മൾ എപ്പോഴും എഴുതുക H2 എന്നാണ് കാണിക്കുക. ഓക്കെ, H2 എന്നാണ് കാണിക്കുക. H2 റെപ്രസെൻറ്റ്സ് എ ഹൈഡ്രജൻ മോളിക്യൂൾ. അപ്പോൾ H2, Cl2 അങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്താണ്? അതൊക്കെ ഡൈ അറ്റോമിക് മോളിക്യൂൾസ് ആണ്. അതായത് അതിൻ്റെ ഒരു മോളിക്യൂളിൽ 2 ആറ്റംസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് താഴെ പറയുന്നത് ചില മോളിക്യൂൾസ്, ഇപ്പോൾ P4 ഫോസ്ഫറസ് ഉണ്ട്, സൾഫർ ഒക്കെ ഉണ്ട്. അതിലെന്താണ്? അതിൽ മോർ ദാൻ 2 ആറ്റംസ്, 2ൽ കൂടുതൽ ആറ്റം ഉണ്ടായിരിക്കും. ഓക്കെ, 2ൽ കൂടുതൽ ആറ്റം ഉള്ള മോളിക്യൂൾസിനെ നമ്മൾ പറയുന്നത് പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 എണ്ണം പറഞ്ഞു. എന്താണ് മോണോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ വിത്ത് ഓൺലി 1 ആറ്റം, ഒരാറ്റം മാത്രമുള്ള മോളിക്യൂളാണ് മോണോ അറ്റോമിക്. എക്സാമ്പിൾ എന്ത് പറഞ്ഞു? എക്സാമ്പിൾ ഹീലിയം, നിയോൺ ഒക്കെ പറഞ്ഞു. ഇനി ഡൈ അറ്റോമിക് എന്ന് പറഞ്ഞാൽ എന്താ? ദോസ് വിത്ത് 2 ആറ്റം. എക്സാമ്പിൾ നമ്മൾ ഹൈഡ്രജൻ പറഞ്ഞു. ഓക്കെ, ഇനി മോളിക്യൂൾ വിത്ത് മോർ ദാൻ 2 ആറ്റം ആക്കുമ്പോൾ പോളി അറ്റോമിക് മോളിക്യൂൾസ്, ഫോസ്ഫറസും സൾഫറും ഒക്കെ 2ൽ കൂടുതൽ ആറ്റം ഒരു മോളിക്യൂളിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇനി എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് പറയുക? ഇപ്പം നമ്മൾ പറഞ്ഞു He, ഹീലിയം അങ്ങനെയാണ് കാണിക്കുക. അപ്പോൾ 2 എണ്ണം ഉണ്ടെന്ന് കാണിക്കാൻ എങ്ങനെയാണ് കാണിക്കുക? നമ്മൾ 2He എന്നാണ് എഴുതുക. അതായത് ഹീലിയത്തിൻ്റെ സിമ്പൽ എന്താണ്? He. ആ സിമ്പലിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് എണ്ണം കാണിക്കുക മോണോ അറ്റോമിക് മോളിക്യൂൾസിന്. ഓക്കെ, ദ നമ്പർ ഗിവൺ ഓൺ ലെഫ്റ്റ് സൈഡ് ഓഫ് സിമ്പൽ ഇൻഡിക്കേറ്റ്സ് എ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ്. ഓക്കെ, അപ്പോൾ ഇതാണ് മോണോ അറ്റോമിക് മോളിക്യൂൾസിൻ്റെ കാര്യം. ഇനി പോളി അറ്റോമിക് മോളിക്യൂൾസ് എങ്ങനെയാണ്? ദ സബ്സ്ക്രിപ്റ്റ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദി സിമ്പൽ ഇൻഡിക്കേറ്റ്സ് എ നമ്പർ ഓഫ് ആറ്റംസ് വിത്തിൻ 1 മോളിക്യൂൾ. ഓക്കെ, സിമ്പിൾ റൈറ്റ് സൈഡ് ഓഫ് ദി സിമ്പിൾ എന്ന് പറയുമ്പോൾ ഏതാ? ഇതാണ്. കണ്ടോ, ഹൈഡ്രജൻ എന്ന് എഴുതുമ്പോൾ നമ്മൾ H2 എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, അതാണ് ഹൈഡ്രജനിൽ എത്ര ആറ്റം അടങ്ങിയിട്ടുണ്ട് എന്ന് കാണിക്കുന്നത്. അതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് കാണിക്കാൻ എവിടെയാണ് കാണിക്കുക? അത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കാണിക്കുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി ക്ലാസിഫൈ ദ ഫോളോയിങ് മോളിക്യൂൾസ് ഇൻറ്റു മോണോ അറ്റോമിക്, ഡൈ അറ്റോമിക് ആൻഡ് പോളി അറ്റോമിക്. അപ്പോൾ മോണോ അറ്റോമിക് ഇതിൽ ഏത് വരും? ഹീലിയമും ആർഗണും എന്താണ്? മോണോ അറ്റോമിക് മോളിക്യൂൾസ് ആണ്. ഡൈ അറ്റോമിക് 2 എണ്ണം വരും ഡൈ അറ്റോമിക്കിൽ. അപ്പോൾ H2, Cl2, O2 ഒക്കെ എന്താണ്? ഡൈ അറ്റോമിക് ആണ്. പോളി അറ്റോമിക് ഏതാണ്? ഫോസ്ഫറസും സൾഫറും. കാരണം എന്താ? P4ഉം S8ഉം, അതായത് 2ൽ കൂടുതൽ മോളിക്യൂൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പോളി അറ്റോമിക് മോളിക്യൂൾസ് ആണ്. ഇത് നിങ്ങളോട് ഈ ഒരു ടേബിളിലേക്ക് എടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി പറയാം. മോണോ അറ്റോമിക്കിൽ വരുന്നത് ഹീലിയമും ആർഗണും ആണ്.
ഡൈഅറ്റോമിക്കിൽ വരുന്നത് H2Cl2O2 ആണ്. ഹൈഡ്രജനും ക്ലോറിനും ഓക്സിജനും ആണ്. പോളിഅറ്റോമിക്കിൽ വരുന്നത് ഫോസ്ഫറസും സൾഫറും ആണ്. P4ഉം SA2 ആണ്. 2H2, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. 2H2, ഓക്കെ. 2H2 എന്ന് പറഞ്ഞാൽ എന്താ, 2 മോളിക്യൂൾസ് ഓഫ് H2 ഉണ്ട്. അപ്പോൾ ഒരു H2 ഒരു H2, ഇതാണ് അതിൻ്റെ മീനിങ് അല്ലേ. അപ്പോൾ 2H2 എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂൾസ് വരുന്നുണ്ടാവും? ഇവിടെ ഈ ഒരു മോളിക്യൂളും ഈ ഒരു മോളിക്യൂളും, അങ്ങനെ 2 മോളിക്യൂൾസ് വരുന്നുണ്ടാവും അല്ലേ. എത്ര ആറ്റംസ് വരുന്നുണ്ടാവും? ഇതിലെ 2 എണ്ണവും ഇതിലെ 2 എണ്ണവും. ആറ്റംസ് എത്ര വരും? 4 വരും. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിലെ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുക. അങ്ങനെ അല്ലാണ്ട് നമുക്ക് എളുപ്പവഴി ഉണ്ട്. എന്താണ് ഈ ഇത് കാണിക്കുന്നത്? എന്തിൻ്റെയാണ് ഇത് കാണിക്കുന്നത്? മോളിക്യൂൾസിൻ്റെ നമ്പറാണ്. ഇനി ഈ 2 × 2, അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 4 കിട്ടി. അത് കാണിക്കുന്നത് എന്തിൻ്റെ നമ്പറാണ്? ആറ്റംസിൻ്റെ നമ്പറാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇതാണ്. ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ റൈറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് എവിടെ എഴുതുക? നമ്മൾ എഴുതുന്നത് ഈ സിമ്പലിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. ഈ ഭാഗത്താണ് എന്ത് എഴുതുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണെന്ന് എഴുതുക. ഓക്കെ. ഇനി നമ്പർ ഓഫ് ആറ്റംസോ ഈ താഴെ കാണിച്ചിട്ടുണ്ടല്ലോ ഈ സബ്സ്ക്രിപ്റ്റ് ആയിട്ട്, അതാണ് നമ്പർ ഓഫ് ആറ്റംസ്. ഓക്കെ. ഇനി O2 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? 1O2, അതായത് ഒരു മോളിക്യൂൾ ഉണ്ട്. എത്ര ആറ്റം ഉണ്ട്? അതിൽ 2 ആറ്റം ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് എന്താ? നെക്സ്റ്റ് കാണിച്ചിട്ടുള്ളത് 2N2 ആണ് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത് 2 ആണ്. ഇനി 2N2 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആറ്റം കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 × 2 ചെയ്യണം. ഓക്കെ. ഇവിടെ എന്ത് എഴുതണം? 2 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ എത്ര ആറ്റമാണ്? 4 ആറ്റമാണ് അവിടെ ഉള്ളത്. ഓക്കെ. നെക്സ്റ്റ് 6Cl2 ആണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മൾ എന്ത് എഴുതും? 6 തന്നെ എഴുതും. ഇനി എത്ര ആറ്റമാണ്? ഇവിടെ ഈ 6ഉം ഈ 2ഉം, അപ്പോൾ 6 × 2 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 12. 2He, അപ്പോൾ തന്മാത്രകളുടെ അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ എണ്ണം എത്രയാണ്? ഈ ലെഫ്റ്റ് സൈഡിൽ ഇടത് ഭാഗത്ത് കാണിച്ചിട്ടുള്ള 2 ആണ്. ആകെ ആറ്റങ്ങൾ എത്രയാണ്? പോളിഅറ്റോമിക് അല്ലെങ്കിൽ ഏകാറ്റോമികമാണെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസും അതിൻ്റെ നമ്പർ ഓഫ് ആറ്റംസും ഒന്ന് തന്നെ ആയിരിക്കും. അതായത് ഇവിടെയും 2 ഇവിടെയും 2 തന്നെ. ഇനി 5Na, അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്ര വരും? എണ്ണവും 5 തന്നെ വരും. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് O3 ആണ്. O3 ഓക്സിജൻ അല്ലേ വരുന്നത്. അപ്പോൾ ഓക്സിജൻ്റെ എത്രയാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ്? 1 ആണ്. എത്രയാണ് നമ്പർ ഓഫ് ആറ്റംസ് വരുന്നത്? 1 × 3 ഈസ് ഈക്വൽ ടു 3 ആണ് ആറ്റംസിൻ്റെ എണ്ണം വരുന്നത്. ഇനി ഫോസ്ഫറസ് ആണ്. P4 ആണ് വരുന്നത്. നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്മാത്രകളുടെ എണ്ണം 1 ആണ് വരുന്നത്. എത്രയാണ് നമ്പർ ഓഫ് ആറ്റംസ്? 1 × 4 ഈസ് ഈക്വൽ ടു 4 ആണ് നമ്പർ ഓഫ് ആറ്റംസ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് മോളിക്യൂൾസും എലമെൻസിനും പറ്റിയൊക്കെയാണ് അല്ലേ. മോളിക്യൂൾസിൽ എന്താണുള്ളത്? ഇറ്റ് ഹാസ് എ സെയിം ടൈപ്പ് ഓഫ് ആറ്റം. ഒരേ രീതിയിലുള്ള ആറ്റം ഉള്ളതിനെയാണ് നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയുക. ഇപ്പോൾ നമ്മൾ O2 പറഞ്ഞു, 2He ഒക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ എന്താണ്? അതൊക്കെ മോളിക്യൂൾസ് ആണ്. അതിലൊക്കെ സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഓക്കെ. ഇതുപോലെ തന്നെ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പൗണ്ട്സ് കണ്ടെയ്ൻ മോളിക്യൂൾസ് ഫോം ഫ്രം ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്. പല എലമെൻറ്റ്സിൻ്റെയും മോളിക്യൂൾസ് അടങ്ങിയിട്ടുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. എങ്ങനെയാണ് ഉണ്ടാവുന്നത്? കാർബണും ഓക്സിജനും കൂടി ചേരുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൽ 2 തരം ആറ്റംസ് ഇല്ലേ? കാർബണും ഉണ്ട് ഓക്സിജനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കോമ്പൗണ്ട് ആണെന്ന് പറയാം. ഹൈഡ്രജൻ ക്ലോറൈഡ് എന്തൊക്കെയുണ്ട് അതിൽ? ഹൈഡ്രജനും ഉണ്ട് ക്ലോറിനും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഒന്നിൽ കൂടുതൽ തരത്തിലുള്ള ആറ്റംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ക്ലോറൈഡ് ഒരു കോമ്പൗണ്ട് ആണ്. വാട്ടറിൽ എന്തൊക്കെയുള്ളത്? ഹൈഡ്രജനും ഓക്സിജനും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് വാട്ടർ ഒരു കോമ്പൗണ്ട് ആണ്. ഷുഗറിൽ എന്തൊക്കെയാണ് വരുന്നത്? നമ്മൾ ഓൾറെഡി നേരത്തെ എക്സാമ്പിളിൽ കണ്ടു അല്ലേ. ഷുഗർ കരിക്കുമ്പോൾ എന്തൊക്കെ വരുന്നുണ്ട്? കാർബണും ഹൈഡ്രജനും ഓക്സിജനും വരുന്നുണ്ട്. ഇനി മെർക്കുറിക് ഓക്സൈഡ്, അതിലെന്താ ഉള്ളത്? മെർക്കുറിയും ഓക്സിജനും. ഓക്കെ. അപ്പോൾ വാട്ടറിൻ്റെ അവിടെ ഹൈഡ്രജനും ഓക്സിജനും എഴുതുക. ഷുഗറിൻ്റെ അവിടെ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ. പിന്നെ എന്താണെന്ന് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ കോമ്പൗണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഫോം വെൻ കാർബൺ ബേൺസ് ഇൻ ഓക്സിജൻ. ഇറ്റ് ഈസ് ഓൾസോ ഫോം ബൈ ദി ഡികമ്പോസിഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു കോമ്പൗണ്ട് ആണ്. അത് 2 രീതിയിലാണ് ഉണ്ടാവുന്നത്. എങ്ങനെയാണ്? ആദ്യം അത് കാർബൺ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ ബേൺ ചെയ്യുമ്പോൾ, കത്തുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ എന്താണ്? കാൽഷ്യം
കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ അല്ലേ, അപ്പോഴും എന്തുണ്ടാവുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. വാട്ട് എവർ ബി ദ സോഴ്സ് ഓഫ് എ കോമ്പൗണ്ട്, എ ഫിക്സഡ് റേഷ്യോ ഈസ് മെയിൻറ്റെയിൻ ബിറ്റ്വീൻ ദ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ഇറ്റ്. ഒരു കോമ്പൗണ്ട് ഉണ്ടാവുന്നത് എങ്ങനെ വേണമെങ്കിൽ ആയിക്കോട്ടെ, ആ കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന ആറ്റംസിൻ്റെ ഒരു ഫിക്സഡ് റേഷ്യോ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 2:1, 3:1 എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഷ്യോ എന്ന് പറയുന്നത്. In carbon dioxide molecule, the ratio of carbon atoms to oxygen atoms is always in the ratio 1:2. ഓക്കെ, അപ്പോൾ കാർബൺ ഡയോക്സൈഡിൽ എപ്പോഴും എങ്ങനെയാണ്, ഒരു ആറ്റം കാർബൺ ഡയോക്സൈഡിൻ്റെ ആണെങ്കിൽ 2 ആറ്റം ഏതിൻ്റെ ആയിരിക്കും, ഓക്സിജൻ്റെ ആയിരിക്കും. ഓക്കെ, അതാണ് ഈ 1:2 കാണിക്കുന്നത്. തസ് കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് CO2. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, റേഷ്യോ ഓഫ് കാർബൺ ആറ്റംസ് ടു ഓക്സിജൻ ആറ്റം ഈസ് ഓൾവേസ് 1:2. ഓക്കെ, അപ്പോൾ കാർബൺ 1 ആണെങ്കിൽ ഓക്സിജൻ എത്രയാണ്, ഇവിടെ കാണിച്ചിട്ടുണ്ട് 2 ആണ്. അപ്പോൾ അതേ റേഷ്യോയിലാണ് കാർബൺ ഡയോക്സൈഡ് എപ്പോഴും കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള റെപ്രസെൻറ്റേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ CO2 എന്താണ്, കാർബൺ ഡയോക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുലയാണ്. ദ ടേബിൾ ഷോസ് എ മോളിക്യൂൾസ് ആൻഡ് ആറ്റം പ്രസൻറ്റ് ഇൻ ദം. കാർബൺ ഡയോക്സൈഡ് എന്തൊക്കെ ഉണ്ട് അതിൽ, കാർബണും ഉണ്ട് ഓക്സിജനും ഉണ്ട്. എത്രയാണ് കാർബൺ, 1 ആണ്. ഒരു ആറ്റമാണ് കാർബണിൻ്റെ ഉള്ളത്, 2 ആറ്റം ഏതിൻ്റെയാണ്, ഓക്സിജൻ്റെ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, ഒരു കാർബണും 2 ഓക്സിജനും, നമ്മൾ CO2 എന്ന് എഴുതും. ഇനി വെള്ളം, അതിലെന്താ, 2 ആറ്റം ഹൈഡ്രജൻ്റെ ഉണ്ട്, ഓക്സിജൻ്റെ 1 ആറ്റവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ H2O എന്ന് നമ്മൾ വെള്ളത്തിന് എഴുതും. ഓക്കെ, ദ മോഡൽസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് മീഥെയിൻ മോളിക്യൂൾസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണ്, ആ നടുവിൽ കാണിക്കുന്ന ആ ഒരെണ്ണം കണ്ടോ, ഈ ഒരെണ്ണം കാർബൺ ആണ്, ഈ 2 എണ്ണം ഓക്സിജൻ ആണ്. H2O, ഈ 2 എണ്ണം ഹൈഡ്രജൻ ആണ്, ഈ നടുവിൽ കാണിച്ചിട്ടുള്ളത് ഓക്സിജൻ ആണ്. ഇനി CH4 എന്താണ്, ഇതിലെത്രയാണ്, ഈ നടുവിൽ കാണിച്ചിട്ടുള്ളത് കാർബൺ ആണ്, അത് 1 ആണ്, ബാക്കി 4 എന്താണ്, ഹൈഡ്രജൻ ആണ്. ഓക്കെ, കാണിച്ചിട്ടുള്ളത് CH4 ഏതിൻ്റെയാണ്, മീഥേനെയാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമുക്ക് വായിച്ചു നോക്കാം. ദ കെമിക്കൽ ഫോർമുല ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഈസ് H2SO4. ഹൗ മെനി ഹൈഡ്രജൻ ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ 1 മോളിക്യൂൾ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, എന്താ ഇവിടെ കൊടുത്തിട്ടുള്ളത്, സൾഫ്യൂരിക് ആസിഡിൻ്റെ ഫോർമുല കൊടുത്തിട്ടുണ്ട് H2SO4. എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട് ഇതിൽ, ഓക്കെ, എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, എച്ച് കഴിഞ്ഞിട്ട് എത്രയാണ് കൊടുത്തിട്ടുള്ളത്, 2. അപ്പോൾ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവുക, 2 ഹൈഡ്രജൻ ആറ്റമാണുള്ളത്. ആർ പ്രസൻറ്റ് ഇൻ 1 മോളിക്യൂൾ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ്, 2 എന്ന് നമുക്ക് പറയാം. ഹൗ മെനി സൾഫർ ആറ്റംസ് ആർ പ്രസൻറ്റ്, എസ് എത്ര എണ്ണം വന്നിട്ടുണ്ട്, എസ് ആകെ 1 വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ സൾഫർ ആറ്റംസ് എത്രയാണ്, 1 ആണെന്ന് നമുക്ക് പറയാം. ഇനി ഹൗ അബൌട്ട് ഓക്സിജൻ ആറ്റം, ഓക്സിജൻ എത്രയാണ്, O4 ആണ്. അപ്പോൾ ഓക്സിജൻ്റെ എത്ര എണ്ണം വന്നു, ഓക്സിജൻ്റെ 4 എണ്ണം വരും. ഓക്കെ, ഓൾ ടുഗെദർ ഹൗ മെനി ആറ്റംസ് ആർ പ്രസൻറ്റ്, എല്ലാം കൂടി എത്ര ആറ്റം ഉണ്ട്, ഓക്സിജൻ 2 എണ്ണം അല്ലേ, സൾഫർ 1 എണ്ണം, ഓക്സിജൻ 4 എണ്ണം. അപ്പോൾ 4, 5, 6, 7 ഒക്കെ ഓൾ ടുഗദർ എത്ര ആറ്റംസ് ഉണ്ട്, അതിൽ 7 ആറ്റമാണ് ഉള്ളത്. ഓക്കെ, വാട്ട് ഇഫ് ഇറ്റ് ഈസ് 2H2SO4, അവിടെ കൊടുത്തിട്ടുള്ളത് 2H2SO4 ആണെങ്കിൽ എങ്ങനെയാണ് വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ ആറ്റംസ് പ്രസൻറ്റ് നമ്മൾ ഓൾറെഡി 7 എന്ന് കണ്ടുപിടിച്ചു. ഈ 2 എന്ന് പറഞ്ഞാൽ ഇതിന് കോമൺ ആണ്. അപ്പോൾ 2 പുറത്തെടുത്തു, 2 ഇൻറ്റു 2 ഹൈഡ്രജൻ, 2 പ്ലസ് സൾഫർ 1, 2 പ്ലസ് 1 പ്ലസ് ഓക്സിജൻ 4, അപ്പോൾ എത്രയാണ്, 7 ആണ്. അപ്പോൾ 2 ഇൻറ്റു 7 ഈസ് ഈക്വൽ ടു എത്ര കിട്ടി, 14 കിട്ടി നമുക്ക് ആൻസർ. ഡിറ്റർമൈൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ ദ മോളിക്യൂൾസ്. ഓക്കെ, ആദ്യം പറയുന്ന കാർബൺ ഡയോക്സൈഡ് ആണ് തന്നിട്ടുള്ളത്, CO2 എന്നാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ റൈറ്റ് സൈഡ്, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, 1 ഇൻറ്റു കാർബൺ എത്രയുണ്ട്, 1, അപ്പോൾ 1 ഇൻറ്റു 1C പ്ലസ് ഓക്സിജൻ എത്രയുണ്ട്, 2 ഓക്സിജൻ. ഓക്കെ, അപ്പോൾ ആകെ എത്ര എണ്ണം വരുന്നുണ്ട്, 2 + 1 ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു ഈ 1ഉം ഈ 2ഉം, അപ്പോൾ എത്രയായി, 3. 1 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 3 ആറ്റംസ് ആണ് ടോട്ടൽ വന്നിട്ടുള്ളത്. ഓക്കെ, ആറ്റംസ് എത്ര വന്നു എന്നാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് പുറത്തേക്ക് എടുക്കാം, 5 എടുക്കാം. ഹൈഡ്രജൻ എത്രയാണ്, 2, 2H പ്ലസ് ഓക്സിജൻ എത്രയാണ്, 1, 1O ഈസ് ഈക്വൽ ടു നമ്പേഴ്സ് മാത്രം നമ്മൾ പുറത്തെടുക്കുമ്പോൾ 5 ഇൻറ്റു 2 + 1 അല്ലേ, ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 15 വന്നു. ഓക്കെ, 7 നമ്മൾ നേരത്തെ എടുത്ത പോലെ പുറത്തേക്ക് എടുക്കുമ്പോൾ എത്രയാണ്, നൈട്രജൻ 1 ആണ്. അപ്പോൾ 1N പ്ലസ് എത്രയാണ് ഹൈഡ്രജൻ 3 ആണ്, 3H.
ഓക്കെ, നമ്പേഴ്സ് മാത്രം പുറത്തേക്ക് എടുക്കും. 7 × 1 + 3 അല്ലേ = 7 × 4. അപ്പോൾ എത്ര വന്നു? 7 × 4 = 28 ആണ് 7NH3യിലുള്ള ആറ്റം. C12H22O11. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ 2നെ പുറത്തെടുക്കും. എത്രയാണ്? കാർബൺ 12C + 22H + 11O. ഓക്കെ, 11O എന്നാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ നമ്പേഴ്സിനെ മാത്രം പുറത്തെടുക്കും. അപ്പോൾ 2 × 12 + 22 + 11. ഓക്കെ, = 2 × 12 + 22 എത്രയാണ്? 34 ആണ്. 34 + 11 എത്രയാണ്? 45 ആണ്. അപ്പോൾ എത്ര വന്നു? 90 നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ അതിൽ എത്ര ആറ്റംസ് ഉണ്ട്? 90 ആറ്റമാണ് ഉള്ളത്. 3NaCl സോഡിയം ക്ലോറൈഡ് ആണ്. അപ്പോൾ നമ്മൾ 3നെ പുറത്തെടുത്തു. എത്രയാണ് സോഡിയം വരുന്നത്? 1Na + എത്രയാണ് ക്ലോറിൻ വരുന്നത്? 1Cl. ഓക്കെ, നമ്പേഴ്സ് മാത്രം നമ്മൾ പുറത്തെടുക്കും. 3 × 1 + 1 = 3 × 2 = എത്ര വന്നു? 6. ZnCl2 എത്ര? ലെഫ്റ്റ് സൈഡിൽ ഒന്നും വന്നിട്ടില്ല, അപ്പോൾ 1 നമ്മൾ പുറത്ത് കൊടുത്തു. 1Zn + എന്താണ്? എത്ര ക്ലോറിൻ? 2Cl = 1 × 1 + 2 = 1 × 3. അപ്പോൾ എത്ര വന്നു? 3. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. കെമിക്കൽ ഇക്വേഷൻ. റൈറ്റ് ദ സിംബൽ ഓഫ് എലമെന്റ് സിങ്ക്. ഓക്കെ, സിങ്കിൻ്റെ സിംബൽ എന്താ? Zn എന്നാണ് സിങ്ക് സിംബൽ. വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്? ഹൈഡ്രോക്ലോറിക്കിൻ്റെ ആസിഡിൻ്റെ ഫോർമുല HCl ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഫോർമുല. You have seen earlier the reaction between hydrochloric acid and zinc. What are formed as a result of this action? അപ്പോൾ ആ റിയാക്ഷൻ്റെ ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനുമാണ്. ഓക്കെ, the substances that are taking part in a chemical reaction are called reactants. ഓക്കെ, ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞു? ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും കൂടി റിയാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ രണ്ടിനെയും നമ്മൾ എന്ത് പറയും? അതിനെ റിയാക്റ്റൻസ് എന്ന് പറയും. അപ്പോൾ ഏത് സബ്സ്റ്റൻസ് ആണോ ഒരു കെമിക്കൽ റിയാക്ഷനിൽ നമ്മൾ എടുക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി സബ്സ്റ്റൻസസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി റിയാക്ഷൻ ആർ കോൾഡ് പ്രോഡക്ട്സ്. ഓക്കെ, അത് രണ്ടും കൂടി ആക്ട് ചെയ്തിട്ട് എന്ത് കിട്ടിയെന്ന് പറഞ്ഞു? നമ്മൾ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടുന്ന ആ റിസൾട്ടിനെ അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോഡക്റ്റ്. Now note down the reactants and product in the given reaction above. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു പ്രോസസ്സിൽ റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? റിയാക്റ്റൻസ് ഏതാണ്? റിയാക്റ്റൻസ് വരുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും ആണ്. ഓക്കെ, പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? പ്രോഡക്ട്സ് വരുന്നത് ഈ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും ആണ് അതിൻ്റെ പ്രോഡക്ട്സ് വരുന്നത്. The chemical reaction can be represented as equations containing the symbols and chemical formulae of the reactants and the products. ഇപ്പം നമ്മൾ പേരാണ് എഴുതിയത് അല്ലേ, അപ്പോൾ അതിന് പകരം എന്ത് എഴുതാം? അതിൻ്റെ കെമിക്കൽ ഫോർമുലയും നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ പറഞ്ഞപ്പോൾ സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? Zn + HCl gives എന്താണ്? ZnCl2 സിങ്ക് ക്ലോറൈഡ് + ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ പേര് മുഴുവൻ എഴുതണം എന്നില്ല. എങ്ങനെയാണ്? നമുക്കിങ്ങനെ സിമ്പിൾസിലൂടെയും നമുക്ക് ആ കെമിക്കൽ റിയാക്ഷൻ കാണിക്കാൻ പറ്റും. Now see how the atoms of both sides of the table are tabulated. Okay, ഇത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ റിയാക്റ്റൻറ്റ് സൈഡിൽ വരുന്ന ഏതാ? സിങ്ക്. അത് എത്ര എണ്ണം ഉണ്ട്? 1 ഉള്ളൂ. ഇവിടെ വരുന്ന സിങ്കും എത്ര തന്നെയുള്ളൂ? 1 ഉള്ളൂ. അപ്പോൾ സിങ്കിൻ്റെ കേസിൽ റിയാക്റ്റൻറ്റും 1 പ്രോഡക്റ്റും 1 തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എന്താ? HCl. അതിൽ ഹൈഡ്രജൻ എത്ര എണ്ണം വരുന്നുണ്ട്? 1 വരുന്നത് അല്ലേ. ഇവിടെ എത്ര എണ്ണം വരുന്നുണ്ട്? ഹൈഡ്രജൻ 2 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റിയാക്റ്റ് ചെയ്യുമ്പോൾ അത് 1 ഉള്ളൂ. പ്രോഡക്റ്റ് ആയപ്പോൾ അതിൻ്റെ എണ്ണം 2. ഓക്കെ, ഇനി ക്ലോറിനും അത്ര തന്നെയുള്ളൂ, 1 ഉള്ളൂ. പക്ഷേ പ്രോഡക്റ്റ് ആയപ്പോൾ അത് എത്രയായി? 2. ഓക്കെ, അപ്പോൾ ഈസ് എ നമ്പർ ഓഫ് ആറ്റംസ് ഓൺ ബോത്ത് ദ സൈഡ്സ് ഓഫ് ആരോ ഈക്വൽ? ഈ രണ്ട് സൈഡിലും ഈക്വൽ ആണോ? അല്ല അല്ലേ. കാരണം എന്താണ്? ഹൈഡ്രജനും ക്ലോറിനും ഒക്കെ റിയാക്ട് ചെയ്യുമ്പോൾ 1 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പ്രോഡക്റ്റ് ആയപ്പോൾ അത് 2 ആയി. ഓക്കെ, ദ നമ്പർ ഓഫ് ഐഡൻറ്റിക്കൽ ആറ്റം ഷുഡ് ബി ഈക്വൽ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ആരോ.
സോ ലെറ്റ് us റീറൈറ്റ് ദി ഇക്വേഷൻ ആസ് ഫോളോസ്. ഓക്കെ, അപ്പോൾ ഈ റിയാക്റ്റൻസിൻ്റെ സൈഡിൽ എത്ര എണ്ണം ഉണ്ട് അത്രയും തന്നെ പ്രോഡക്ട്സിൻ്റെ സൈഡിലും വരണം. അതിന് കൂടാനോ കുറയാനോ പാടില്ല. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? Zn plus 2HCl gives Zn Cl2 plus H2. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിയേ, ഇതിൽ എത്ര എണ്ണം ഉണ്ട്? സിങ്ക് ഒരെണ്ണം, ഇതിലും ഒരെണ്ണം. ഹൈഡ്രജൻ എത്ര ഉണ്ട്? ഇതിൽ 2, ഇതിൽ 2. ക്ലോറിൻ എത്രയുണ്ട്? ഇതിൽ 2, ഇതിൽ 2. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഇക്വേഷൻ രണ്ട് സൈഡിലും, റിയാക്റ്റൻസിൻ്റെ സൈഡിലും പ്രോഡക്ട്സിൻ്റെ സൈഡിലും സെയിം നമ്പർ ഓഫ് ആറ്റംസ് വരുന്ന ഇങ്ങനത്തെ ഇക്വേഷൻ നമുക്ക് എന്ത് പറയാം? ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സിങ്ക് റിയാക്റ്റൻസിലും പ്രോഡക്ട്സിലും 1, ഹൈഡ്രജൻ റിയാക്റ്റൻസിലും പ്രോഡക്ട്സിലും 2, ക്ലോറിനും റിയാക്റ്റൻസിലും പ്രോഡക്ട്സിലും 2 തന്നെയാണ്. ഓക്കെ, ഈസ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ദ സെയിം കൈൻഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി ആരോ ഈക്വൽ? ആരോൻ്റെ രണ്ട് സൈഡിലും വരുന്ന ആറ്റംസ് ഈക്വൽ അല്ലേ? അതേന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ് ഒരു ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ എന്നാണ്. ഓക്കെ, വെൻ എ കെമിക്കൽ ഇക്വേഷൻ ഈസ് റിട്ടൺ ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ദി സെയിം കൈൻഡ് ഓൺ ദി സൈഡ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് ദാറ്റ് ഓഫ് പ്രോഡക്റ്റ് ഷുഡ് ബി ഈക്വൽ. ഒരു കെമിക്കൽ ഇക്വേഷൻ എഴുതുമ്പോൾ ആറ്റംസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് റിയാക്റ്റൻസിൻ്റെ സൈഡിലും പ്രോഡക്ട്സിൻ്റെ സൈഡിലും ഈക്വൽ തന്നെ ആയിരിക്കണം. അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈക്വൽ തന്നെ ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഇക്വേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. Now look at the balanced chemical equation given below. Write down the reactants and products in the table. Okay, C plus O2 എത്ര തന്നിട്ടുണ്ട്? CO2 എന്ന് തന്നിട്ടുണ്ട്. കാർബണിൻ്റെ കേസിലാണെങ്കിൽ റിയാക്റ്റൻസ് 1, ഓക്സിജൻ്റെ കേസിലാണെങ്കിൽ റിയാക്റ്റൻസ് 2. പ്രോഡക്ട്സ് കിട്ടുമ്പോൾ എങ്ങനെ തന്നെയാണ്? കാർബൺ 1 തന്നെയാണ്, ഓക്സിജൻ 2. അപ്പോൾ ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണെന്ന് നമുക്ക് പറയാം. H2 plus Cl2, ഹൈഡ്രജൻ എത്ര വന്നു? ഹൈഡ്രജൻ 2 എണ്ണം വന്നു. ക്ലോറിൻ എത്ര എണ്ണം വന്നു? ക്ലോറിനും 2 എണ്ണം വന്നു. ഓക്കെ, ഇനി അതെത്ര കിട്ടി? 2HCl. അപ്പോൾ അവിടെ എന്ത് തന്നെയാണ്? 2 ഹൈഡ്രജനും 2 ക്ലോറിനും വന്നു. ഓക്കെ, ഇനി 2H2 plus O2 gives 2H2O. അപ്പോൾ ഹൈഡ്രജൻ എത്ര വന്നു? 2H2 ആണ് റിയാക്റ്റൻ്റെ സൈഡിൽ. അപ്പോൾ 2 × 2 4. ഓക്കെ, ഇനി O2, ഓക്സിജൻ എത്ര എണ്ണമായിരുന്നു? ഓക്സിജൻ 2 എണ്ണമായിരുന്നു. ഇനി പ്രോഡക്റ്റിൻ്റെ സൈഡിൽ വരുമ്പോഴോ ഹൈഡ്രജൻ എത്രയാണ്? 2 × 2. ഹൈഡ്രജൻ 4 തന്നെയാണ് വന്നത്. ഓക്സിജൻ എത്ര വന്നു? ഓക്സിജൻ 2 തന്നെയാണ് വന്നത്. അപ്പോൾ ഈ കണ്ട എല്ലാ എക്സാമ്പിളും റിയാക്റ്റൻസും പ്രോഡക്ട്സും സെയിം തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇക്വേഷനൊക്കെ എന്താണ്? C plus O2 CO2, H2 plus Cl2 2HCl, 2H2 plus O2 2H2O. ഇതൊക്കെ ബാലൻസ് കെമിക്കൽ ഇക്വേഷൻസ് ആണ്. The equation given below are not balanced. Can you balance them? ഇവിടെ കുറച്ച് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, അത് ബാലൻസ്ഡ് അല്ല, നിങ്ങളോട് അത് ബാലൻസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, Mg plus O2 gives MgO. ഇവിടെ എന്താ? ഇവിടെ 2 ഓക്സിജൻ വരുന്നുണ്ട്. ഇവിടെയോ? ഇവിടെ ഓക്സിജൻ ആകെ 1 വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾക്ക് എങ്ങനെ മാറ്റാം? അല്ലേ, റിയാക്റ്റൻസിൽ 2 എന്ന് കാണിച്ചിട്ടുണ്ട്, മെഗ്നീഷ്യം 1 എന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ എത്രയാണ്? മെഗ്നീഷ്യം 1 തന്നെയാണ്, മെഗ്നീഷ്യം കറക്റ്റാണ്. പക്ഷേ ഓക്സിജൻ എത്രയേ വന്നുള്ളൂ? 1 വന്നുള്ളൂ. അപ്പോൾ ഇത് ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ ആണോ? അല്ല. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ മെഗ്നീഷ്യത്തിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുക്കാം? 2Mg. ഓക്കെ, അപ്പോൾ 2Mg plus O2 gives എന്തെഴുതാം? 2MgO. ഇപ്പോൾ അത് ബാലൻസ്ഡ് ആയോ നോക്കിയേ. മെഗ്നീഷ്യം 2, ഇവിടെയും മെഗ്നീഷ്യം 2, ഓക്സിജൻ 2, ഇവിടെയും ഓക്സിജൻ 2. അപ്പോൾ ഇതെന്താണ്? അതൊരു ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഇക്വേഷനെ ബാലൻസ് ചെയ്യുന്നത്. രണ്ട് സൈഡിലും എന്ത് കറക്റ്റ് ആവണം? നമ്പർ ഓഫ് ആറ്റംസ്. എന്താ? NaOH plus H2SO4 gives Na2SO4 plus H2O. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സോഡിയം Na 2, ഇവിടെ 1 വന്നിട്ടുള്ളൂ അല്ലേ? അതുപോലെ തന്നെ ഓക്സിജൻ എത്രയാണ്? ഓക്സിജൻ ഇവിടെ ഒരു O ഉണ്ട്, ഇവിടെ 4 O ഉണ്ട്. അപ്പോൾ 4 + 1 5, ഇവിടെ 4, ഇവിടെ 1 അല്ലേ? 4 ഓക്സിജൻ, 4 + 1 5. അപ്പോൾ ഓക്സിജൻ കറക്റ്റാണ്. ഹൈഡ്രജൻ എത്ര വന്നിട്ടുണ്ട്? ഇവിടെ ഒരു ഹൈഡ്രജനും ഈ ഒരു ഹൈഡ്രജനും. അപ്പോൾ 2 + 1 3. കറക്റ്റാണോ നോക്കിയേ? ഇവിടെ എത്രയേ വന്നിട്ടുള്ളൂ? ഇവിടെ 2 വന്നിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഇത് ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ? ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല. അപ്പോൾ അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യണം. ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ 2 കൊടുത്തു.
അതിന് പകരം നമ്മൾ എവിടെ 2 ആഡ് ചെയ്തു, ഇവിടെ 2 ആഡ് ചെയ്തു അല്ലേ. ഇപ്പോൾ ഹൈഡ്രജൻ ഇവിടെ 2, ഇവിടെ ഈ 2 പ്ലസ് ഈ 2 4, ഇവിടെ ഈ 2 ഇൻറ്റു 2 4 അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ കറക്റ്റായി. ഇനി നോക്കാനുള്ള എന്താ, ഓക്സിജൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവിടെ 2 ഓക്സിജൻ, ഇവിടെ 4, അപ്പോൾ 4 + 2 6, ഇവിടെ 4 2 ഓക്സിജൻ, അപ്പോൾ 4 + 2 6 ഓക്സിജനും കറക്റ്റായി. ഓക്കെ, ഇനി H2SO4, H2 ഇവിടെ എത്ര ഹൈഡ്രജൻ വരുന്നുണ്ട്, 2 ഹൈഡ്രജനും ഈ ഹൈഡ്രജനും, അപ്പോൾ ടോട്ടൽ 4 ഹൈഡ്രജൻ വരുന്നുണ്ട്. ഇവിടെയോ 2 × 2 4, അപ്പോൾ ഹൈഡ്രജനും കറക്റ്റായി അല്ലേ. ഇനി ഏതാ വരുന്നത്, ഹൈഡ്രജൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി വരുന്നത് സൾഫറാണ്. സൾഫർ എത്ര എണ്ണം വരുന്നുണ്ട്, സൾഫർ ഇവിടെ ഒരെണ്ണേ വരുന്നുള്ളൂ, ഇവിടെയും ഒരെണ്ണേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആയില്ലേ, എല്ലാം കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് ഇക്വേഷൻ വരിക. 2NaOH + H2SO4 gives Na2SO4 + 2H2O. 2-3 പ്രാവശ്യം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി N2 + H2, ഇവിടെ നൈട്രജൻ എത്ര എണ്ണം വന്നിട്ടുണ്ട്, 2 എണ്ണം, ഇവിടെ ഒരെണ്ണം വന്നിട്ടുള്ളൂ. ഇവിടെ ഹൈഡ്രജൻ 2 എണ്ണം വന്നിട്ടുണ്ട്, ഇവിടെ 3 എണ്ണം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നൈട്രജൻ 2 ഇവിടെ 1 വന്നിട്ടുള്ളൂ. അപ്പോൾ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, നൈട്രജൻ അവിടെ നിൽക്കട്ടെ. ഹൈഡ്രജൻ ഇവിടെ 2ഉം ഇവിടെ 3ഉം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്ത് നോക്കാം, നൈട്രജൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നൈട്രജൻ കറക്റ്റായോ, ഇവിടെയും N2 ആണ്, ഇവിടെ 2N ആണ് അല്ലേ. 2 ഒന്നുകൂടി ഞാൻ ശരിക്കും എഴുതാം അല്ലേ. നൈട്രജൻ കറക്റ്റായോ, ഇവിടെ N2 ആണ്, ഇവിടെ 2N ആണ്, അപ്പോൾ നൈട്രജൻ കറക്റ്റായി. ഹൈഡ്രജൻ ഇവിടെ 2 എണ്ണമാണ്, ഇവിടെ ഇപ്പോൾ എത്ര എണ്ണമായി, ഈ 2 × 3, അപ്പോൾ ഹൈഡ്രജൻ റിയാക്റ്റൻറ്റ് സൈഡിൽ 2ഉം പ്രോഡക്റ്റ് സൈഡിൽ 6ഉം ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭാഗത്തെ കൂട്ടണ്ടേ, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, 3H2 ആക്കാം അല്ലേ. 3 × 2 എത്ര കിട്ടും, 3 × 2 6 അല്ലേ. ഇപ്പോൾ 2 സൈഡും ബാലൻസ്ഡ് ആയോ നോക്കിയേ, നോക്കാം. ഇവിടെ നൈട്രജൻ 2, ഇവിടെ നൈട്രജൻ 2, ഇവിടെ ഹൈഡ്രജൻ 3 × 2 6, ഇവിടെ ഹൈഡ്രജൻ 2 × 3 6, അപ്പോൾ അത് ബാലൻസ്ഡ് ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാണ് ഇക്വേഷൻ വരുന്നത്, N2 + 3H2 gives 2NH3. ചോദ്യം വരുന്നത് H2O2 gives H2 + H2O + O2, അപ്പോൾ ഹൈഡ്രജൻ കറക്റ്റാണ്, ഓക്സിജൻ ഇവിടെ 3 വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, ഈ H2O2 എന്ന് പറയുന്നത് ഒരുമിച്ചുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റിൻ്റെ അവിടെ എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെങ്കിൽ, ഇപ്പോൾ 3 ഇടുകയാണ്, അല്ലെങ്കിൽ 2 ഇടുകയാണ്, അല്ലെങ്കിൽ 4 ഇടുകയാണ്, എത്ര ഇടുകയാണെങ്കിലും അത് ഏതിനും അപ്ലിക്കബിൾ ആണ്. ഓക്സിജനും അപ്ലിക്കബിൾ ആണ്, ഹൈഡ്രജനും അപ്ലിക്കബിൾ ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമ്മൾ ഇവിടെ ഇപ്പോൾ 2 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഈ ഹൈഡ്രജനും അങ്ങനെയുള്ള ചേഞ്ച് ഈ സൈഡിൽ വരുത്തേണ്ടി വരും. അതുപോലെ തന്നെ ഓക്സിജനും ചേഞ്ച് വരുത്തേണ്ടി വരും. 2H2O2 എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എത്ര വരും, റിയാക്റ്റൻറ്റ് സൈഡിൽ ഈ സൈഡിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്, 2 × 2 4, അത് ഇവിടേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2H2O 2 × 2 4, ഹൈഡ്രജൻ കറക്റ്റ് ആയില്ലേ. നെക്സ്റ്റ് വരുന്നത് ഓക്സിജൻ്റെ കാര്യമാണ്, അപ്പോഴും 2 × 2 4 ആണ് അല്ലേ. ഇവിടെയും 2 ഓക്സിജൻ, ഇവിടെയും 2 ഓക്സിജൻ, അപ്പോൾ എത്രയായി, 4 ആയി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ബാലൻസ്ഡ് ഇക്വേഷൻ വരിക. 2H2O2 gives 2H2O + O2. അപ്പോൾ ഇതാണ് ഈ ഒരു ലെസൺ വരുന്നത്. നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കുറച്ച് കെമിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ ഇതുപോലെ എഴുതിയിട്ട് ബാലൻസ് ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ലെസൺ വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്